ഹായ് ആൾ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഈ നോർത്തും സൗത്തും എന്ന്. അപ്പം ഇവിടെ എന്തിൻ്റെ നോർത്തിനെയും സൗത്തിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്? മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ മാഗ്നറ്റ് ഹാസ് ടു പോൾസ്. അപ്പം നമുക്ക് മനസ്സിലായി ഒരു മാഗ്നറ്റിന് രണ്ട് പോൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഡു ദീസ് പോൾസ് ഹാവ് എനി അതർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അപ്പം ഈ പോളിന് എന്തെങ്കിലും പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഈ പോളിന് മറ്റു ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ളതെന്ന് താഴെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് വേണം, ത്രെഡ് വേണം, ബാർ, മാഗ്നറ്റ് വേണം. എന്നിട്ട് നിങ്ങളോട് പറയാണ് ടൈ എ ത്രെഡ് ഇൻ ദി മിഡിൽ ഓഫ് ദി ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നൂല് കെട്ടുക. ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രീലി ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ തൂക്കിയിടുക. വെൻ ദി മാഗ്നറ്റ് കം ടു റെസ്റ്റ്, മാഗ്നറ്റ് റെസ്റ്റിലേക്ക് വന്നാൽ, അതായത് അതിങ്ങനെ ഇളകാതെ നിൽക്കുന്ന സമയത്ത് വിച്ച് ഡയറക്ഷൻ ഡു ദി പോൾസ് പോയിൻറ്റ് ടു? ഏത് ഡയറക്ഷനിലേക്കാണ് ആ പോൾസ് പോയിൻ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് എങ്ങനെ ആ മാഗ്നറ്റിനെ തിരിച്ചിട്ട് കഴിഞ്ഞാലും ആ മാഗ്നറ്റ് എന്ത് ചെയ്യും, അത് തിരിഞ്ഞിട്ട് ഒരു പൊസിഷനിലേക്ക് അങ്ങോട്ട് നിൽക്കും. അത് ഏത് പോൾസിലേക്കാണ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കുമാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഈസ് ഇറ്റ് ടു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഓർ ടു ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണോ നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അത് നിൽക്കുക. അടുത്തത്, ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റ് ആൻഡ് എക്സാമിൻ എഗെയിൻ. ഇനി നിങ്ങളോട് പറയാണ് ഈ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ എക്സാമിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഡസ് ഇറ്റ് റിട്ടേൺ ടു ദി സെയിം ഡയറക്ഷൻ ആസ് ബിഫോർ? അപ്പം മുന്നത്തതുപോലെ തന്നെ അത് സെയിം ഡയറക്ഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, വരും. അപ്പോൾ നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ട് നമ്മൾ മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് അത് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അത് പോയിൻ്റ് ചെയ്ത് നിൽക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വെച്ച ഡയറക്ഷൻ ഇല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ആ മാഗ്നറ്റിനെ മാറ്റി, എന്നിട്ട് നമ്മളത് തൂക്കിയിട്ടു. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ തന്നെയാണ് പോയിൻ്റ് ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെയാണ് അത് പോയിൻ്റ് ചെയ്യുക. അപ്പം നേരത്തെ ഉണ്ടായതിന് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് അത് പോയിൻ്റ് ചെയ്ത് നിൽക്കുക. ബേസ്ഡ് ഓൺ ദീസ് ആക്ടിവിറ്റി നെയിം ദി മാഗ്നറ്റിക് പോൾ. അപ്പം ഈ ഒരു ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും മാഗ്നറ്റിക് പോൾസ് ഏതൊക്കെ പോളാണുള്ളത്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. റിപ്പീറ്റ് ദി ആക്ടിവിറ്റി ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. ഇനി ഡിഫറെൻറ്റ് പ്ലേസസിൽ പോയിട്ട് നിങ്ങളോട് ഈ ആക്ടിവിറ്റി ചെയ്യാനാണ് പറയുന്നത്. എവിടെ പോയി ചെയ്താലും മാഗ്നറ്റിൻ്റെ പോൾ എങ്ങനെ തന്നെയാണ് ഉണ്ടാവുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഈ ബോക്സിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് തന്നിട്ടുണ്ട്. ദി പോൾസ് ഓഫ് ദി മാഗ്നറ്റ് ദാറ്റ് പോയിൻറ്റ് ടുവാർഡ്സ് എഡ്സ് നോർത്ത് ഈസ് ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്. അപ്പം ഭൂമിയുടെ നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന മാഗ്നറ്റിൻ്റെ ആ ഒരു എൻഡിനെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നത്. ആൻഡ് ദി പോൾ ദാറ്റ് പോയിൻറ്റ് ടുവാർഡ്സ് ദി എർത്ത് സൗത്ത് ഈസ് ദി സൗത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്. ഇനി ഭൂമിയുടെ സൗത്തിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന മാഗ്നറ്റിൻ്റെ എൻഡിനെയാണ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. ദേ ആർ ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എൻ ആൻഡ് എസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? നോർത്തിന് എൻ എന്ന് വെച്ചിട്ടും സൗത്തിന് എസ് എന്ന് വെച്ചിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ടു ഇൻഡിക്കേറ്റ് ദി നോർത്ത് പോൾ ഓഫ് ബാർ മാഗ്നറ്റ് എ സ്പെഷ്യൽ മാർക്ക് ഈസ് ഗിവൺ. അപ്പം ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിലൊരു സ്പെഷ്യൽ മാർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. യൂഷ്വലി എ വൈറ്റ് സ്പോട്ട് ഈസ് യൂസ്ഡ് ടു മാർക്ക് ദി നോർത്ത് പോൾ. അപ്പോൾ നോർത്ത് പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സ്പോട്ടാണ് സാധാരണ അവിടെ കൊടുക്കാറ് എന്നാണ് പറഞ്ഞത്.
പറഞ്ഞത്. ഇനി അടുത്തത് പറയാണ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിൻറ്റ് ടുവാർഡ്സ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിട്ട മാഗ്നറ്റ് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. ക്യാൻ വി യൂസ് ദീസ് പ്രോപ്പർട്ടി ഓഫ് ദി മാഗ്നറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ? അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഡയറക്ഷൻ, അതായത് ഭൂമിക്ക് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. ആ ഒരു ഭൂമീൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മാഗ്നറ്റ് ഉപയോഗിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. യെസ്, നമ്മൾക്ക് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട് നോർത്ത് സൗത്ത് പോള്. അപ്പോൾ ഈ ഒരു പോളിലാണ് ഇത് നോർത്ത് പോള്, ഈ ഒരു പോളാണ് സൗത്ത് പോള്. നോർത്ത് പോളിനെ ഇൻഡിക്കേറ്റ് ചെയ്തത് N വെച്ചിട്ടാണ്, സൗത്ത് പോളിനെ S വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇഫ് എ മാഗ്നറ്റ് ബ്രേക്ക്. ഇനി ഒരു മാഗ്നറ്റ് പൊട്ടി, അതായത് ഇത് രണ്ട് കഷ്ണമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന് പിന്നെ ഏതെങ്കിലും ഒരു പോൾ ഇല്ലാതാവില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അതിനൊരു പോൾ ഇല്ലാതെ ആവില്ല. ഇപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ നടു പൊട്ടിക്കഴിഞ്ഞാൽ ആ ഉള്ള കഷ്ണത്തിന് എന്ത് ഫോം ചെയ്യും? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ രണ്ട് കഷ്ണം ഫോം ചെയ്താൽ ആ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഒറ്റ മാഗ്നറ്റാണ്, ഇത് പൊട്ടി രണ്ടെണ്ണമായി കഴിഞ്ഞാൽ ഈ ഓരോ കഷ്ണത്തിനും എന്തുണ്ടാവും? സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാവും. ഇപ്പോൾ ഈ കഷ്ണത്തിനുണ്ട് സൗത്ത് പോളും നോർത്ത് പോളും, ഈ കഷ്ണത്തിനും എന്തുണ്ട്? സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻ ഇഫ് എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്? അപ്പം ഒരു മാഗ്നറ്റ് മുറിഞ്ഞിട്ട് 2 പീസായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവിക്കുക? ദീസ് പീസസ് ബിക്കം 2 സ്മോൾ മാഗ്നറ്റ്സ്. ഈ പീസസ് എന്തായിട്ട് മാറും? ചെറിയ 2 മാഗ്നറ്റായിട്ട് മാറും എന്നാണ് പറയുന്നത്. അടുത്തത് ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാഗ്നറ്റിക് കോമ്പസ്. ഈ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എർത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക, നോർത്താണോ സൗത്ത് ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ്. അപ്പം നമുക്ക് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കോമ്പസ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഇൻ ദി പാസ്റ്റ് പീപ്പിൾ ഹു ട്രാവൽഡ് അക്രോസ് ദി സീ ആൻഡ് ഡെസേർട്ട് യൂസ്ഡ് മെനി മെത്തേഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ. പണ്ട് കാലങ്ങളിൽ, അതായത് കടലും അതുപോലെ തന്നെ ഡിസേർട്ടും ഒക്കെ, ഡിസേർട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ഭൂമിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡും യൂസ് ചെയ്തിട്ടുണ്ട്. ദേ യൂസ് ടു ഡിപ്പെൻഡ് ഓൺ ദി പോൾ സ്റ്റാർ ആൻഡ് അനദർ കോൺസ്റ്റലേഷൻസ് ഫോർ ദീസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഭൂമിയുടെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ പോൾ സ്റ്റാറും അതുപോലെ തന്നെ മറ്റു കോൺസ്റ്റലേഷൻസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ പോൾ സ്റ്റാർ എന്ന്? പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറാണ്, നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. അത് ഭൂമിയുടെ നോർത്ത് പോളിലാണ് അത് അപ്പിയർ ആവുന്നത്. അത് കാണപ്പെടുന്നത് ഭൂമിയുടെ നോർത്ത് പോളിലാണ്. അതുപോലെ തന്നെ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് ദാറ്റ് ഫോം എ റെക്കഗ്നൈസബിൾ പാറ്റേൺ ഇൻ ദി നൈറ്റ് സ്കൈ. അതായത് രാത്രിയിൽ ആകാശത്ത് നമുക്കൊരു പാറ്റേൺ, റെക്കഗ്നൈസബിൾ പാറ്റേൺ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഓഫ്, അതായത് ഒരു കൂട്ടം സ്റ്റാറിനെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറുകൾ, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റാറുകൾ കൂടിയിട്ട് ഓരോ പാറ്റേൺസ് ഫോം ചെയ്യും. അങ്ങനത്തെ സ്റ്റാറിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് ദി സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഫൈൻഡിങ് ഡയറക്ഷൻ ബിക്കം ഈസിയർ. അപ്പം മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞതോടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസിയായി. ഈ പോൾ സ്റ്റാറിനെയും അതുപോലെ തന്നെ കോൺസ്റ്റലേഷനെയും ഒന്നും ആശ്രയിക്കാതെ തന്നെ ആളുകൾക്ക് ഭൂമിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്തിനു ശേഷം? മാഗ്നറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഡിഡ് ദേ മേക്ക് യൂസ് ഓഫ്? അപ്പോൾ മാഗ്നറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാവും ഇവരിതൊക്കെ കണ്ടുപിടിച്ചത്? മാഗ്നറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് പോളിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് കോമ്പസ് കണ്ടുപിടിച്ചത്.
ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് എ മാഗ്നറ്റ് കോമ്പസ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസസ് എ മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദി ഡയറക്ഷൻ. ഇപ്പോൾ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിവൈസാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗെറ്റ് എ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം ദി സയൻസ് ലാബ്. നിങ്ങളുടെ സയൻസ് ലാബിൽ നിന്ന് ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുക്കുക. യൂസിങ് ദീസ്, ഇത് ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് ദി ഡോർ ഓഫ് യുവർ ക്ലാസ് റൂം. അപ്പം നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോറ് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഡോറ് നോർത്താണോ സൗത്താണോ ഈസ്റ്റാണോ വെസ്റ്റാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നൗ ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് സ്കൂൾ ഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു യുവർ ക്ലാസ് റൂം. അപ്പം നിങ്ങളുടെ ക്ലാസ് റൂമെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് എവിടെയാണ് എന്നുള്ളത് അടുത്തത് കണ്ടുപിടിക്കുക, ഏത് ഡയറക്ഷനിലാണെന്നുള്ളത്. വാട്ട് എബൌട്ട് ദി സ്കൂൾ കിച്ചൺ ആൻഡ് ഓഫീസ് റൂം. ഇനി കിച്ചൺ ഏത് ഭാഗത്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഓഫീസ് റൂം ഏത് ഭാഗത്താണ് എന്നുള്ളതും കണ്ടുപിടിക്കുക. ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ് ഓഫ് അവർ ഓൺ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കണ്ടുപിടിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു മാഗ്നറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ കണ്ടുപിടിക്കാനൊരു മാഗ്നറ്റ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കാം. വാട്ട് മെറ്റീരിയൽ ഡു വി നീഡ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് മാഗ്നറ്റ്, നീഡില്, ത്രെഡ്, കോർക്ക്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ത്രെഡ് ദി നീഡിൽ. അപ്പം നീഡിൽ എന്ത് ചെയ്യുക? ത്രെഡ്, അതായത് സൂചിയിൽ നൂല് കോർക്കുക. ഹോൾഡ് ദി ത്രെഡ് ആൻഡ് റബ് ദി നീഡിൽ ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ് വിത്ത് ദി മാഗ്നറ്റ് ഫോർ എബൌട്ട് 50 ടൈം ഇൻ ദി സെയിം ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരേ ഡയറക്ഷനിലേക്ക് ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ആ സൂചിയിൽ ഇങ്ങനെ ഒരതുക, അതായത് ഒരേ ഡയറക്ഷനിലേക്ക് ഒരതുക. 50 പ്രാവശ്യത്തോളം ഒരുതണം. ദി നീഡിൽ ഈസ് ത്രെഡഡ് ഫോർ ഹോൾഡിങ് ഇറ്റ് കൺവീനിയൻലി ആൻഡ് ഫോർ സേഫ്റ്റി. ആ നീഡിൽ നമ്മൾ നൂലെന്തിനാണ് വെച്ചത്? നൂല് കോർത്ത് വെച്ചത് എന്തിനാ? അത് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നൂല് കോർത്ത് വെച്ചത്. ടേക്ക് എ സ്മോൾ കോർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ കോർക്ക് എടുക്കുക. ആഫ്റ്റർ റിമൂവിങ് ദി ത്രെഡ് പ്രേസ് ദി നീഡിൽ ഇൻ ടു ദി കോർക്ക് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. എന്നിട്ട് നീഡിൽ റിമൂവ് ചെയ്തിട്ട് ഈ കോർക്കിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക? ഈ നീഡിൽ അങ്ങോട്ട് കുത്തിക്കയറ്റുക. അതാണ് ഇതിൽ കണ്ട പോലെ, ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ. അതർവൈസ് യു ക്യാൻ ഗ്ലൂ ദി നീഡിൽ ടു ദി ടോപ്പ് ഓഫ് ദി കോർക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ നീഡിൽ ഈ കോർക്കിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്യുക? ഒട്ടിക്കുക. പ്ലേസ് ദീസ് കോർക്ക് ഇൻ എ ബൗൾ ഓഫ് വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ബൗളിൽ വാട്ടർ എടുക്കുക. എന്നിട്ട് ഈ നീഡിൽ എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇടുക. ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദി നീഡിൽ പോയിൻ്റ്. ഏത് ഡയറക്ഷനിലാണ് ഈ ഒരു നീഡിൽ പോയിൻ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണ് പോയിൻ്റ് ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് പോയിൻ്റ് ചെയ്യുക. ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ദി കോർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കോർക്കിൻ്റെ, നമ്മൾ ഇട്ട കോർക്കിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡസ് ദി നീഡിൽ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഈ നീഡിൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ മാറി വരും. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. മാർക്ക് ദി നോർത്ത് പോൾ ഓൺ ദി നീഡിൽ. കാൺ വി മേക്ക് യൂസ് ഓഫ് ദീസ് ഡിവൈസ് ടു ഫൈൻഡ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? നീഡിൽ മേൽ നോർത്ത് പോള് അടയാളപ്പെടുത്തുക. അപ്പം ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളുടെ ഭൂമിയുടെ ഡയറക്ഷൻ കണ്ടെത്താൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. പറ്റും, യെസ്. അടുത്തത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് റെസ്റ്റ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഒരു ഫ്രീ ആയിട്ട് തൂക്കിയിട്ടുള്ള മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അത് പോയിന്റ് ചെയ്യുക. ദീസ് ഈസ് ദി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. അപ്പം ഇതെന്താണ്? ഒരു മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിട്ടുള്ള മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. ഇതെന്താണ്? ഒരു മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ്. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദീസ്. എന്താണ് ഇതിന് കാരണം? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പം നമുക്കത് കണ്ടെത്താം. എന്താണ് കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടേക്ക് എ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രീലി. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ തൂക്കിയിടുക. പ്ലേസ് അനദർ ബാർ മാഗ്നറ്റ് ഇൻ ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ബിലോ ദീസ് മാഗ്നറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ താഴെയായിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാക്കിയിട്ട് ഒരു ബാർ മാഗ്നറ്റ് വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ത്രെഡിൽ കെട്ടിയിട്ട് ഒരു മാഗ്നറ്റ് തൂക്കിയിടുക.
എന്നിട്ട് അതിൻ്റെ താഴെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാക്കിയിട്ട് ഒരു മാഗ്നറ്റും വെക്കുക. ടു വിച്ച് ഡയറക്ഷൻ ദസ് ദി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിൻറ്റ് നൗ? ഇപ്പം ഈ ഒരു മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് തൂക്കിയിട്ടു, ആ മാഗ്നറ്റിൻ്റെ താഴെ നമ്മളൊരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു മാഗ്നറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ താഴെ വെച്ചിട്ടുള്ള മാഗ്നറ്റ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് വെച്ചത് എന്നുണ്ടെങ്കിൽ ഈ തൂക്കിയിട്ട മാഗ്നറ്റ് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുക? അതും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ താഴെ ഒരു ഈസ്റ്റ് വെസ്റ്റ് ആണ് മാഗ്നറ്റ് വെച്ചതെന്നുണ്ടെങ്കിൽ തൂക്കിയിട്ട മാഗ്നറ്റും എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? ഈസ്റ്റ് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുക. അടുത്തത് ട്രൈ ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് ദി സസ്പെൻഡഡ് മാഗ്നറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സസ്പെൻഡഡ് മാഗ്നറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. തൂക്കിയിട്ട മാഗ്നറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡസ് ഇറ്റ് അഗെയിൻ കം ബാക്ക് ടു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ? അപ്പം ഇത് പിന്നെയും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അത് തിരിച്ചു വരും. ഡിസ്കസ് ദി റീസൺ. അതിൻ്റെ റീസൺ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ സസ്പെൻഡഡ് മാഗ്നറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദി സസ്പെൻഡഡ് മാഗ്നറ്റ്. അതായത് നമ്മൾ താഴെ വെച്ചിട്ടുള്ള ആ ഒരു ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും എന്താണ്? കൂടുതലാണ്. കാരണം എന്താണ്? അത് ആ സസ്പെൻഡഡ് മാഗ്നറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എർത്ത് ആ സസ്പെൻഡഡ് മാഗ്നറ്റിൽ ഉണ്ടാക്കുന്നതിൻ്റെ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലാണ് ആ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ബാർ മാഗ്നറ്റ് ആ ഒരു സസ്പെൻഡഡ് മാഗ്നറ്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ദി സസ്പെൻഡഡ് മാഗ്നറ്റ് അലൈൻ ഇറ്റ് സെൽഫ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി നിയർ ബൈ ബാർ മാഗ്നറ്റ് ആൻഡ് ടേൺ ഇൻ ടു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പം ഈ ഒരു നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു മാഗ്നറ്റിൻ്റെ കൂടുതലാണ്? മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഒരു സസ്പെൻഡഡ് മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റ് ഒന്നും വെക്കാതെ വെറുതെ ഒരു സസ്പെൻഡഡ് മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തിരിയാൻ കാരണം അത് നമ്മളുടെ എർത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ്. ഇനി എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്തു. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മളുടെ എർത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ആരുണ്ടാക്കുന്നുണ്ട്? നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ടുള്ള ആ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കിയിട്ടിട്ടുള്ള ആ മാഗ്നറ്റ് എന്ത് ചെയ്യും? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് പറയാണ് നൗ റിമൂവ് ദി മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ. നിങ്ങൾ താഴെ വെച്ചിട്ടുള്ള ആ ഒരു മാഗ്നറ്റ് എടുത്ത് ഒഴിവാക്കുക. ആ മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റ് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. കാരണം നമ്മൾ ആ താഴെയുള്ള മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലാണ് വെച്ചത്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് വെച്ചത്. അപ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ താഴെ വെച്ചിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വെച്ചിട്ടുള്ള ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഒഴിവാക്കുക. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി സസ്പെൻഡഡ് മാഗ്നറ്റ്? അപ്പോൾ ഈ സസ്പെൻഡഡ് മാഗ്നറ്റിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക? വൈ ഈസ് ഇൻ ദർ അനദർ വിസിബിൾ മാഗ്നറ്റ് ഫോഴ്സ് ദാറ്റ് മേക്ക് ദി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിന്റ് ടുവാർഡ്സ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ? അപ്പം നമ്മൾ ആ താഴെയുള്ള ആ ഒരു മാഗ്നറ്റ് എടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾ മാഗ്നറ്റ് എന്ത് ചെയ്യും? നേരെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അങ്ങോട്ട് തിരിയും. വൈ? എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദർ അനദർ ഇൻവിസിബിൾ മാഗ്നറ്റിക് ഫോഴ്സ് ദാറ്റ് മേക്ക് ദി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിന്റ് ടുവാർഡ്സ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ? അപ്പോൾ നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഈ മാഗ്നറ്റിനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഈ ഭൂമിയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സാണ് നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സാണ് ഇത് ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെച്ച ഫോഴ്സ് അല്ല അത്. നമ്മൾ വെച്ചിട്ടുള്ള
ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ തൂക്കിയിട്ട മാഗ്നറ്റ് നേരെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് മാറുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് ജിയോ മാഗ്നറ്റ്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മാഗ്നറ്റ് ഈ ഭൂമിയിലുണ്ട്. അതാണെന്ത്? ജിയോ മാഗ്നറ്റ്. അപ്പോൾ ജിയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദി എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ്. എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദീസ് ജിയോ മാഗ്നറ്റ് ഹാസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എർത്തിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദി പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് ആർ ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പം എർത്തിൻ്റെ മാഗ്നറ്റിക് പോള് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് പോളുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദി നോർത്ത് പോൾ ഓഫ് എർത്ത് ഈസ് ദി സൗത്ത് പോൾ ഓഫ് ദി ജിയോ മാഗ്നറ്റ്. അപ്പം എർത്തിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. ദി സൗത്ത് പോൾ ഓഫ് ദി എർത്ത് ഈസ് ദി നോർത്ത് പോൾ ഓഫ് ദി ജിയോ മാഗ്നറ്റ്. അപ്പം എർത്തിൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ്. ദസ് വൈ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിൻ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പറഞ്ഞത്. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് ഈ കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ബിഹേവ് ലൈക്ക് എ ജിയൻ ബാർ മാഗ്നറ്റ്. അത് വലിയൊരു ബാർ മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എർത്ത് വലിയൊരു ബാർ മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദി എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ്. എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദീസ് ജിയോ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഈ ഒരു ജിയോ മാഗ്നറ്റിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദി പോൾ ഓഫ് എർത്ത് മാഗ്നറ്റ് ആർ ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എർത്തിൻ്റെ മാഗ്നറ്റിൻ്റെ പോള് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. ദി നോർത്ത് പോൾ ഓഫ് എർത്ത് ഈസ് ദി സൗത്ത് പോൾ ഓഫ് ജിയോ മാഗ്നറ്റ്. എർത്തിൻ്റെ നോർത്ത് പോള്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അപ്പം എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്ത് പോള് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. ഈ ഫിഗറിൽ മനസ്സിലാക്കണം. ഇതാണ് ജിയോ മാഗ്നറ്റ്. ഈ ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എവിടെയാണുള്ളത്? ജിയോഗ്രഫിക് നോർത്ത് പോളിലാണുള്ളത്. എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്ത് പോളിലാണ് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ഉള്ളത്. അടുത്തത് ദി സൗത്ത് പോൾ ഓഫ് എർത്ത് ഈസ് ദി. എർത്തിൻ്റെ സൗത്ത് പോള് ഇതാണ്. എർത്തിൻ്റെ ജിയോഗ്രഫിക് സൗത്ത് പോൾ ഇതാണ്. അപ്പം സൗത്ത് പോൾ ഓഫ് ദി എർത്ത് ഈസ് ദി നോർത്ത് പോൾ ഓഫ് ദി ജിയോ മാഗ്നറ്റ്. ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലാണ് ഉള്ളത്. അപ്പം ജിയോഗ്രഫിക്കൽ സൗത്ത് പോളിൽ ഏതാണുള്ളത്? ജിയോഗ്രഫിക്കൽ നോർത്ത് പോളിൽ ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണുള്ളത്. ജിയോഗ്രഫിക്കൽ സൗത്ത് പോളിൽ ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ എന്തുകൊണ്ടാണ് വൈ ഡസ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിൻ്റ് നോർത്ത് സൗത്ത്? എന്തുകൊണ്ടാണ് ഒരു ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിട്ടുള്ള ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചു. അതിൻ്റെ ആൻസറാണ് പറയുന്നത് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് അലൈൻ വിത്ത് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്തിട്ടുള്ള മാഗ്നറ്റ് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ചിട്ടാണ് അലൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം എർത്തിൻ്റെ ഇതൊരു കോമ്പസ് ആണ് കാണിക്കുന്നത്. ഇതാണ് ജിയോഗ്രഫിക് നോർത്ത്, ഇതാണ് ജിയോഗ്രഫിക് സൗത്ത്. ഇതാണ് ജിയോഗ്രഫിക് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ നമ്മളുടെ ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എവിടെയാണ് വരിക? ജിയോഗ്രഫിക് നോർത്തിലാണ് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ വരിക. അപ്പോൾ ഇവിടെയാണ് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ വരിക. ജിയോഗ്രഫിക് സൗത്തിലാണ് ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് വെൻ മാഗ്നറ്റ്സ് കം ക്ലോസർ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ചോദിക്കുകയാണ് എപ്പോഴാണ് ഈ മാഗ്നറ്റ് അടുത്തേക്ക് വരുന്നത് എന്ന്, അതായത് അട്രാക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്?
ഡു മാഗ്നറ്റ് അട്രാക്ട് ഈച്ച് അതർ? മാഗ്നറ്റ് പരസ്പരം അട്രാക്ട് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്. വാട്ട് ഈസ് യുവർ ഗസ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, അട്രാക്ട് ചെയ്യും. ഡിസ്കസ് ഇറ്റ്, ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ടേക്ക് 2 ബാർ മാഗ്നറ്റ് വിത്ത് ദെയർ പോൾസ് മാർക്ക്ഡ്. 2 ബാർ മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പോൾസ് മാർക്ക് ചെയ്യണം. പ്ലേസ് 1 മാഗ്നറ്റ് ഓൺ എ ടേബിൾ. എന്നിട്ട് ഒരു മാഗ്നറ്റ് ടേബിളിൽ വെക്കുക. പ്ലേസ് 1 പോൾ ഓഫ് ദി അതർ മാഗ്നറ്റ് ഓൺ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി മാഗ്നറ്റ് ഓൺ ദി ടേബിൾ. എന്നിട്ട് ആ ടേബിളിലുള്ള മാഗ്നറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ മറ്റേ മാഗ്നറ്റ് എടുത്തിട്ട് മറ്റേ മാഗ്നറ്റിൻ്റെ ഒരു പോൾ എടുത്തിട്ട് ഡിഫറെൻറ്റ് പാർട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. അറ്റ് വിച്ച് റീജിയൻ ഡു ദേ അട്രാക്റ്റ്? അപ്പം ഏത് റീജിയനിൽ എത്തുമ്പോഴാണ് ഈ 2 മാഗ്നറ്റും അട്രാക്റ്റ് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു മാഗ്നറ്റ് ടേബിളിൽ വെക്കുക. അത് നമ്മൾ മാർക്ക് ചെയ്യണം നോർത്ത്, സൗത്ത്. ഇനി അടുത്തൊരു മാഗ്നറ്റ് എടുക്കുക. ഈ മാഗ്നറ്റ് എന്ത് ചെയ്യുക? എല്ലാ ഭാഗത്തേക്കും, നോർത്തിലേക്കും സൗത്തിലേക്കും മിഡിലേക്കും ഒക്കെ കൊണ്ടുപോവുക. എവിടെ നിന്നാണ് ഈ മാഗ്നറ്റ് അട്രാക്റ്റ് ആവുന്നത് നോക്കാം. ഏത് പോളിൽ വെച്ചിട്ടാണ്? അപ്പോൾ ഇതാണ് ഈ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളെങ്കിൽ ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതാണ്. അപ്പം ഇത് എവിടെ ആണ് അട്രാക്റ്റ് ആവുക എന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ നോർത്ത് പോളിലേക്ക് കൊണ്ടുപോയി. നോർത്ത് പോളിൽ അട്രാക്ഷൻ ഇല്ല, റിപ്പൾഷൻ ആണുള്ളത്. പിന്നെ നമ്മൾ സൗത്ത് പോളിലേക്ക് കൊണ്ടുപോയി. അപ്പം സൗത്ത് പോൾ അട്രാക്റ്റ് ചെയ്തു. അപ്പം ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും ഈ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമാണ് അട്രാക്റ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അടുത്തത് പറയാണ് അറ്റ് വിച്ച് റീജിയൻ ഡു ദേ റിപ്പൽ? ഏത് റീജിയനിലാണത് റിപ്പൽ ചെയ്തത്? അപ്പം ഏത് റീജിയനിലാണത് റിപ്പൽ ചെയ്തത്? അപ്പോൾ നമുക്കൊന്നുകൂടെ വരച്ച് നോക്കാം. അപ്പം ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്, ഇത് നോർത്ത്, സൗത്ത്. നമ്മളെടുത്ത മാഗ്നറ്റ് ഏതാണ്? നോർത്ത് ഡയറക്ഷനിലുള്ള മാഗ്നറ്റ് നമ്മൾ ഇവിടെ വെച്ചു. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പം ഇവിടെ എന്താണ് നടന്നത്? റിപ്പൾഷൻ ആണ് നടന്നത്. ഇവിടെയാണ് അട്രാക്ഷൻ നടന്നത്. അപ്പോൾ പിന്നെ സൗത്തും നോർത്തും അട്രാക്റ്റ് ചെയ്തു, നോർത്തും റിപ്പൽ ചെയ്തു. അല്ലെങ്കിൽ സൗത്തും നോർത്തും അട്രാക്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സൗത്തും നോർത്തും അട്രാക്റ്റ് ചെയ്തു. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ എന്താ പറയുക? സൗത്തും അതുപോലെ തന്നെ നോർത്തും എന്തായി? റിപ്പൽ ചെയ്തു, റിപ്പൾഷൻ നടന്നു. അടുത്തത് റിപ്പീറ്റ് ദി ആക്ടിവിറ്റി ബൈ ചേഞ്ചിങ് ദി പോൾസ്. അപ്പോൾ പോൾസ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളോട് ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വെൻ ദി സെയിം പോൾ ആർ ബ്രോട്ട് ടുഗദർ ഡു ദേ അട്രാക്റ്റ് ഓർ റിപ്പൽ? സെയിം പോള് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് അട്രാക്റ്റ് ചെയ്യാണോ റിപ്പൽ ചെയ്യാണോ ചെയ്യുന്നത്? അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. സെയിം പോൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് റിപ്പൽ ചെയ്യും. ഇനി അൺലൈക്ക് പോൾ, അതായത് ഡിഫറെൻറ്റ് പോൾസ് അടുത്തേക്ക് കൊണ്ടുവരുമ്പം അതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അതായത് ഡിഫറെൻറ്റ് പോളാണ് അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. സെയിം പോളാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അടുത്തത് അറേഞ്ച് ദി മാഗ്നറ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഫിഗറിൽ കാണിച്ച പോലെ മാഗ്നറ്റ് അറേഞ്ച് ചെയ്യുക. ആൻഡ് റെക്കോർഡ് ദി ഒബ്സർവേഷൻ. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. ഷെയർ ദി ഒബ്സർവേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പം നമ്മളോട് പറയാണ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം എങ്ങനെ അറേഞ്ച്മെൻ്റ് എന്ന്. നോർത്ത് സൗത്ത് നോർത്താണ് വരുന്നത്. അപ്പം നോർത്ത് സൗത്ത് നോർത്ത് വരുന്ന സമയത്ത് ഇവിടെ എന്താണ് പോൾസ്? അടുത്തടുത്തുള്ള പോൾ ഏതൊക്കെയാണ്? സൗത്താണ് അടുത്തടുത്ത് വരുന്നത്. ഇതിൻ്റെ സൗത്താണ് അടുത്തടുത്ത് വരുന്നത്. അപ്പം ഇവിടെ എന്താണ് വരിക? ഇവിടെ റിപ്പൾഷൻ ആണ് വരിക. ഇവിടെ അട്രാക്ഷൻ ആണോ വരിക? അല്ല. ഇവിടെ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. കാരണം എന്താണ്? അടുത്തടുത്ത് സെയിം പോളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അടുത്തത് ഇവിടെ നോർത്ത് സൗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സൗത്തും നോർത്തും ആണ്, ഓപ്പോസിറ്റ് പോൾസ് ആണ് അടുത്തടുത്ത് വന്നത്. അപ്പം സൗത്തും നോർത്തും ആണ് അടുത്തടുത്ത് വന്നത്. അപ്പം ഇവിടെ സൗത്തും നോർത്തും ആണ് അടുത്തടുത്ത് വന്നത്. സൗത്തും നോർത്തും അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ എന്താ നടക്കുക? അട്രാക്ഷൻ ആണ് നടക്കുക. ഏതാ നടക്കുക? അട്രാക്ഷൻ ആണ് നടക്കുക. ഇനി അടുത്തത് സൗത്തും നോർത്തും സൗത്തും. അപ്പോൾ ഈ സൗത്തും നോർത്തും സൗത്തിൽ ഈ നോർത്തും സെയിം ആണ് വരുന്നത്. നോർത്തും ആണ് അടുത്തടുത്ത് വരുന്നത്. നോർത്തും ആണ് അടുത്തടുത്ത് വരുന്നത്. നോർത്തും അടുത്തടുത്ത് വന്നാൽ റിപ്പൾഷൻ ആണ് നടക്കുക. റിപ്പൽ ചെയ്യാണ് ചെയ്യുക.
അടുത്തത് സൗത്തും നോർത്തും ഇവിടെ നോർത്തും സൗത്തും ആണ് അടുത്തടുത്ത് വരുന്നത്. നോർത്തും സൗത്തും ആണ് അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുക? അട്രാക്ഷൻ ആണ് നടക്കുക. അപ്പം ഓപ്പോസിറ്റ് പോൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, സെയിം പോൾസ് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മനസ്സിലായല്ലോ? സെയിം പോൾസിന് എക്സാമ്പിളാണ് ഏതൊക്കെ? സൗത്തും നോർത്തും സെയിം പോൾസ് ആണ്. ഏതൊക്കെയാണ് സെയിം പോൾസ് വരുന്നത്? സൗത്തും നോർത്തും എന്താ? സൗത്തും നോർത്തും ഇവിടെ സൗത്തും തന്നിട്ടുണ്ട്. ഇനി നോർത്തും എന്താണ്? സെയിം പോൾസ് ആണ്. ഇതെന്താ ചെയ്യുക? റിപ്പൽ ചെയ്യും. അടുത്തത് സൗത്തും നോർത്തും സൗത്തും ഓപ്പോസിറ്റ് പോൾസ് ആണ്. ഇതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഇത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ പറയുന്നത് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ദി സെയിം പോൾ ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കോൾഡ് ലൈക്ക് പോൾസ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാഗ്നറ്റിൻ്റെ സെയിം പോളിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് മാഗ്നറ്റ്, ഇപ്പം നമ്മൾ ഇതും എടുക്കുക. ഈ രണ്ട് മാഗ്നറ്റിൻ്റെയും സെയിം പോൾസിനെയാണ്. അപ്പോൾ ഈ സൗത്തും എന്താണ്? സെയിം പോൾസാണ്. ഈ സെയിം പോൾസിനെയാണ് നമ്മൾ ലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ നോർത്തും ഈ മാഗ്നറ്റിൻ്റെ സൗത്തും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്? അൺലൈക്ക് പോൾസ്. മനസ്സിലായല്ലോ? അപ്പം സെയിം ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് മാഗ്നറ്റിൻ്റെ സെയിം പോൾസ്, അതായത് സൗത്തും ഇതാണ് ലൈക്ക് പോൾസ്. ഇനി നോർത്തും സൗത്തും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? അൺലൈക്ക് പോൾസ് ആണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പറയാണ് ദി സെയിം പോൾ ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കോൾഡ് ലൈക്ക് പോൾ ആൻഡ് ദെയർ ഡിഫറെൻറ്റ് പോൾ ആർ കോൾഡ് അൺലൈക്ക് പോൾസ്. അപ്പം ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സെയിം പോൾസിന് എന്താ പറയുക? ലൈക്ക് പോൾസ് എന്നും ഡിഫറെൻറ്റ് പോൾസിന് എന്താ പറയുക? അൺലൈക്ക് പോൾസ് എന്നുമാണ് പറയുക. അപ്പോൾ ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ സൗത്തും എന്താണ്? ലൈക്ക് പോൾസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും. ഇനി അടുത്തത് നമുക്ക് ഏതെടുക്കാം? സൗത്തും നോർത്തും എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പോളാ? അൺലൈക്ക് പോൾസ് ആണ്. അതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അത്രയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓക്കെ.